ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അടിപൊളി പലഹാരമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി 2 മധുരക്കിഴങ്ങ് കഴുകി ചെറിയ പീസുകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ അറിയാം വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ വെന്ത് കഴിഞ്ഞ മധുരക്കിഴങ്ങ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നേരെ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊണ്ടൊന്ന് പൊളിച്ചെടുക്കുക. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റുക. അപ്പോൾ ചൂടോടുകൂടി തന്നെ പൊളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചോ സ്പൂണ് വെച്ചോ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആവിയിൽ പുഴുങ്ങിയത് കൊണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ ഫോർക്ക് കൊണ്ട് സ്പൂൺ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 2 ചെറിയ മധുരക്കിഴങ്ങാണ്. അപ്പോൾ 2 കോഴിമുട്ടയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മുട്ടയുടെ ഗ്രേവി കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇത് അളവ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഈ സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ മാവ്. ഇതേപോലെ വിട്ട് നിൽക്കണം, ലൂസായി പോകരുത്. അപ്പോൾ എല്ലാം തയ്യാറാക്കി ഇപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് കത്തിക്കുക, ഒരു പാൻ അടുപ്പിൽ വെക്കുക. അപ്പോൾ ഒരു കുഴിയുള്ള പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് നന്നായിട്ട് കുറച്ച് വെക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇത്തിരി കനത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, മുറിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതുപോലെ കനത്തിലുണ്ടാക്കിയെടുക്കാം. 2 സൈസ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ 2 സൈസും കാണിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു 10 സെക്കൻഡ് അടച്ചു വയ്ക്കാം. ഒരു കശുവണ്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കശുവണ്ടിയും കൂടി വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നല്ല മൊരിഞ്ഞൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു എന്ന് കാണുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിയിച്ചെടുക്കണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവണം. കരിയരുത്, മൊരിയിക്കുക. ഇപ്പോൾ 2 വശവും പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് തട്ടി കൊടുക്കാം. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. മുട്ടയും മധുരക്കിഴങ്ങും കൂടി കഴിക്കാൻ, മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ഒരു ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മധുരക്കിഴങ്ങ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് തേനൊഴിച്ചാണ് നമ്മളിത് കഴിക്കുന്നത്. തേനൊഴിച്ച് ഈ പലഹാരം കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വാദ് കിട്ടുന്നത്. അപ്പോൾ തേനില്ലെങ്കിലും കഴിക്കാം, ഇതേപോലെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. തേനുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഞാനത് തേനൊഴിക്കുന്നുണ്ട്. അപ്പോൾ തേനൊന്നും കൂടി ഒഴിച്ച് നമ്മളൊരു പീസ് കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി പലഹാരമാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ 2ാമത്തെ സൈസ് ഞാൻ കാണിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുഴിയുള്ള പാത്രം ഇല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയില്ലേ, അതിലേക്ക് ഇതേപോലെ തന്നെ ചൂടായി കഴിയുമ്പോൾ 2 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു വശം പാകമായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുഴിയുള്ള പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ഒരു വശം നന്നായിട്ട് പാകമായിട്ടൊന്ന് കാണുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമുക്ക് മധുരക്കിഴങ്ങൊക്കെ കിട്ടുന്ന സമയമാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. എപ്പോഴും നമ്മൾ വെറുതെ പുഴുങ്ങി കഴിക്കണ നേരം കൊണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.